മാസങ്ങൾക്ക് ശേഷം വീണ്ടും പടയപ്പ എന്ന കാട്ടാന ഇടുക്കി മറയൂരിലെ ജനവാസ മേഖലയിലെത്തി. ഒരാഴ്ച മുമ്പ് വരെ മൂന്നാർ മേഖലയിലായിരുന്നു ഈ കാട്ടാന ഉണ്ടായിരുന്നത്. പാമ്പൻമല എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപം എത്തിയ പടയപ്പയെ തോട്ടം തൊഴിലാളികൾ വനത്തിലേക്ക് തുരത്തിവിട്ടു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ പടയപ്പ അവിടം കൊണ്ടേ പോവുമോ? ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. പടയപ്പ എന്തായാലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ താണ്ടി മറയൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് മറയൂരിൽ എത്തിയിരുന്നു. അന്ന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടാക്കിയാണ് പടയപ്പ വീണ്ടും മൂന്നാറിലേക്ക് തിരിച്ചു മടങ്ങിയത്. എന്തായാലും വീണ്ടും മറയൂരിലേക്ക് പാമ്പൻമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പാമ്പൻമല എസ്റ്റേറ്റ് ലയത്തിനോട് ചേർന്ന് ഇന്നലെ വൈകിട്ട് എത്തി. ഒരുപാട് നേരം ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കൃഷിവിളകളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മരം കുത്തിമറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിനുശേഷം തോട്ടം തൊഴിലാളികൾ തന്നെ ബഹളമുണ്ടാക്കി ആനയെ തുരത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പടയപ്പയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു RRT സംഘമൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് അവരുടെ ഏരിയ അല്ല ഈ മറയൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഈ പ്രത്യേക RRT സംഘം പടയപ്പയെ നിരീക്ഷിക്കാൻ എത്തുന്നത് അത്ര പ്രായോഗികമായിരിക്കില്ല എന്നുള്ള കാര്യവും മനസ്സിലാകുന്നുണ്ട്. എങ്കിൽ കൂടിയും അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായും ആനയെ തുരത്താൻ വേണ്ടിയും ആനയെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. രഞ്ജിത്ത് MR പറയുന്നു, തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിലെ കുഴിയിൽ വാഴ വയ്ക്കുന്നുള്ള ടെൻഡർ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ് വണ്ടി കയറി ചാകാതെ രക്ഷപ്പെട്ട ഒരു ഭാഗ്യവാനാണ് ഈ കുറിപ്പെഴുന്നത്. രഞ്ജിത്ത്, എനിക്ക് ഏറ്റവും വിയോജിപ്പുള്ളൊരു കാര്യം രഞ്ജിത്ത് പറയുന്നത്, ഈ ചില റോഡിൽ കുഴിയുണ്ട്, റോഡിൽ കുഴിയല്ലേ കാണാൻ പറ്റൂ. ഈ കുഴിക്കകത്ത് വാഴ കൊണ്ടുവെക്കാൻ മെനക്കെടുന്ന ആൾക്കാർ ആ കുഴി മൂടിയാൽ പോരെ മണ്ണിട്ട്. ഒരു വാഴ വെട്ടിക്കൊണ്ട് വരുന്ന അത്രയും നേരം പോരെ കുഴി മൂടാൻ. എന്തിനാ ചേട്ടാ ഈ വാഴയിൽ ഒരു വിവേചനം?